ഈ കാണുന്ന വീട്ടിലേക്ക് KSEB മീറ്റർ റീഡിംഗ് എടുക്കാൻ ഞാൻ വന്ന വഴികളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. എനിക്ക് മുന്നേ സെൻസസ് എടുക്കാൻ വന്ന ആളുകൾ ഇവിടെ വന്നു പോയതിൻ്റെ അവശേഷിപ്പുകൾ അവിടെ ഉണ്ട് കേട്ടോ. ആ വീടിന് എന്താ ഇത്ര പ്രത്യേകത എന്നല്ലേ, നമ്മൾ വള്ളത്തിനാണ് ആ വീട്ടിലേക്ക് റീഡിംഗ് എടുക്കാൻ വരുന്നത്. പണ്ടിവിടെ കുറേ വീടുകൾ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ 3 വീട്ടിൽ മാത്രമാണ് ആൾ താമസമുള്ളത്. 2 മാസം കൂടുമ്പോൾ ഒരു തവണ ഈ ഭാഗത്തേക്ക് റീഡിംഗ് എടുക്കാൻ വന്നാൽ മതി എന്നതുള്ളത് കൊണ്ട് വള്ളത്തിൽ കയറി റീഡിംഗ് എടുക്കാൻ വരുന്നത് അത്യാവശ്യം രസമുള്ള പരിപാടിയാണ്. മുൻപ് ഈ വീട്ടിലേക്ക് വരാനുണ്ടായിരുന്ന പാലമാണ് ആ കാണുന്നത്. അത് പകുതിക്ക് വെച്ച് ഒഴിഞ്ഞു പോയിരിക്കുന്നു. ഈ വള്ളം തുഴയുന്ന ചേച്ചിയാണ് ഈ ഭാഗത്തുള്ള 3 വീടുകളിലേക്കും നമ്മളെ എത്തിക്കുന്നത്. ഉപയോഗമില്ലാണ്ട് ഉപേക്ഷിച്ച നിലയിലുള്ള 2 വീട് കൂടെ ഈ ഭാഗത്തുണ്ട്. അല്പം സൂക്ഷിച്ചാണ് ഇരിക്കുന്നത്. മുൻപൊരിക്കൽ ഈ വീട്ടിൽ റീഡിംഗ് എടുക്കാൻ വന്ന് ഈ ഭാഗത്ത് ഞാൻ മുങ്ങിപ്പോയതാണ്. ഹരിതാഭയും പച്ചപ്പ് ഊഷ്മളത ഉള്ളതുകൊണ്ട് റീഡിംഗ് എടുക്കാൻ പോകുന്നതും വരുന്നതും നല്ല രസമാണ്. മഴയുണ്ടെങ്കിൽ മാത്രം അല്പം ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ആദ്യം കണ്ട വീടാണ് ആ കാണുന്നത്. അവിടെയുള്ള പട്ടി നമ്മളെ ഇവിടുന്നേ കണ്ട് കുരയ്ക്കുന്നുണ്ട്. ആ വീട്ടിലെ ചേച്ചിയെ വഴി വെച്ച് ഞാൻ കണ്ടതാണ്. ഇപ്പോൾ ആ വീട്ടിൽ ആ പട്ടി മാത്രമാണുള്ളൂ. ആ പട്ടി കുഞ്ഞായിരുന്നപ്പോൾ മുതൽ ഞാൻ കാണുന്നതാണ്. കടിക്കില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. റീഡിംഗ് എടുക്കുന്നതിനിടയിൽ പലയിടത്തു നിന്നായി 5 പ്രാവശ്യം കടി കൊണ്ടിട്ടുണ്ടേ. അതുകൊണ്ട് എന്തായാലും പട്ടിയെ നല്ല പേടിയാണ്. പട്ടി കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ സേഫാണ്. പക്ഷേ എന്നാലും 2 മാസം കൂടുമ്പോൾ മാത്രമാണല്ലോ നമ്മളിവിടെ വരുന്നത്. അത് മാത്രമല്ല 6 മാസം കൂടുമ്പോഴാണ് ഒരു ഏരിയയിൽ ഒരു മീറ്റർ റീഡർ ഉണ്ടാവുകയുള്ളൂ. 6 മാസം കഴിയുമ്പോൾ വീണ്ടും ഏരിയ ഷഫിൾ ചെയ്യും. ഞങ്ങളുടെ സെക്ഷനിൽ 2 മീറ്റർ റീഡർമാരാണ് ഉള്ളത്. അതായത് ഈ ഭാഗത്തേക്കൊക്കെ ഒരു വർഷത്തിൽ 3 പ്രാവശ്യമാണ് വരേണ്ടി വരിക. അത് കഴിയുമ്പോൾ വേറെ ഏരിയ ആണ്. ഇവിടെയുള്ള 2 വീട്ടുകാർക്കും 2 വള്ളം വീതം ഉണ്ട് എന്ന് തോന്നുന്നു. ഈ വീട്ടുകാരുടെ മറ്റൊരു വള്ളം നമ്മൾ കയറിയ സ്ഥലത്ത് കിടക്കുന്നുണ്ട്. പട്ടിക്കുട്ടൻ നമ്മളെ കണ്ട് തകർത്ത് കിടന്ന് കുരയ്ക്കുന്നുണ്ട് കേട്ടോ. ആ സ്ലാബ് വെച്ചിരിക്കുന്ന കടവിലാണ് നമുക്ക് പോയി ഇറങ്ങേണ്ടത്. നമ്മളിവിടെ എത്തുമ്പോൾ അത്രയും നേരം കുരച്ചുകൊണ്ടിരുന്ന പട്ടിയുടെ ധൈര്യം ഒരല്പം ചോർന്നു പോകും കേട്ടോ. കടവിൻ്റെ അവിടെ എത്തുമ്പോൾ പട്ടിയെ കാണാനില്ല. അല്പം ദൂരം മാറി നിന്നാണ് കുര. പട്ടി നമ്മളെ കണ്ട് പേടിച്ച് മാറി നിൽക്കുന്നത് കണ്ടതിൻ്റെ ധൈര്യത്തിലാണ് നമ്മളിങ്ങോട്ട് കയറി വരുന്നത് തന്നെ. എന്തായാലും വലിയ കുഴപ്പമൊന്നുമില്ലാതെ ആ വീടിൻ്റെയും റീഡിംഗ് എടുത്തു. ഇവിടെ എല്ലാവരും ഇത്തരത്തിലുള്ള മുളങ്കമ്പ് വെച്ച് കുത്തിയാണ് വള്ളം തുഴയുന്നത്. പങ്കായം അങ്ങനെ ഉപയോഗിക്കാറില്ല എന്ന് തോന്നുന്നു. എല്ലാ വള്ളങ്ങളിലും ഇത്തരത്തിലുള്ള മുള ഉപയോഗിച്ചാണ് തുഴഞ്ഞ് നീക്കുന്നത് കാണുന്നത്. വലിയ കാര്യമായിട്ട് തുഴയാൻ അറിയില്ലാത്ത ഒരാൾക്ക് വരെ പങ്കായം ഉപയോഗിച്ച് വള്ളം മുന്നോട്ട് നീക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത്. പക്ഷേ ഇത്തരത്തിൽ മുള കുത്തി വള്ളം നീക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ അറിയാവുന്ന ആളുകൾക്ക് മാത്രമാണ് ചെയ്യാൻ സാധിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇവിടെ റീഡിംഗ് എടുക്കാൻ വരുന്നത് നമുക്ക് ഒട്ടും ബോറടിക്കാത്ത പരിപാടിയാണ്. ചേച്ചിയായിട്ട് അത്യാവശ്യം വർത്താനമൊക്കെ പറഞ്ഞ് നാട്ടിലെ കുറേ കഥയൊക്കെ പറഞ്ഞാണ് ഇങ്ങോട്ട് പോരുന്നത്. വീഡിയോ എടുക്കുന്നത് ഫേസ്ബുക്കിൽ ഇടാനാണെന്നും സുക്കറണ്ണൻ അത്യാവശ്യം ചെറിയ പൈസ ഡോളറുകൾ നമുക്ക് തരുന്നുണ്ട് എന്നും ചേച്ചിയോട് പറഞ്ഞു. ഇനിയും ഇവിടുന്ന് മെയിൻ റോഡിലായിട്ട് കുറച്ച് ദൂരം നടപ്പുണ്ട്. വണ്ടി ഇങ്ങോട്ട് വരില്ല. എന്തായാലും പോരുന്ന വഴി അത്യാവശ്യം ഹരിതാഭയും പച്ചപ്പ് ഊഷ്മളതയുള്ള സ്ഥലമാണ്. ഈ ഭാഗത്തേക്ക് റീഡിംഗ് എടുക്കാൻ വരുമ്പോഴും മീറ്റർ റീഡർക്ക് കിട്ടുക 8 രൂപ 92 പൈസ തന്നെയാണ് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുമല്ലോ. ഫോളോ ചെയ്താൽ ഇത്തരത്തിലുള്ള കണ്ടൻറ്റുകളായിരിക്കും ലഭിക്കുക.